എമ്പുരാന്റെ സുന്നത്ത് കല്യാണം കഴിഞ്ഞതോടുകൂടി അതിന്റെ കോലാഹലങ്ങൾ നിന്നു എന്ന് നമുക്കത് വിചാരിക്കുക അല്ലേ. എന്താണെങ്കിലും എമ്പുരാൻ ഇട്ട് തന്ന കനല് അല്ലെങ്കിൽ എമ്പുരാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള 2002 അവസ്ഥകളൊക്കെ എല്ലാവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിലെല്ലാവർക്കും സന്തോഷിക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു പൂർവ്വ ചരിത്രം, സംഘികളുടെ ഒരു പൂർവ്വ ചരിത്രം നല്ല വ്യക്തമായിട്ട് കാണിച്ചു തന്നതിന് ഇതിൻ്റെ അണിയറയിലുള്ള പൃഥ്വിരാജ് ആണെങ്കിലും മുരളി ഗോപി ആണെങ്കിലും മറ്റ് ആരാണെങ്കിലും അവർക്കെല്ലാവർക്കും ഒരു സല്യൂട്ട് കൊടുത്തേ പറ്റൂ. പക്ഷേ ഈ ഒരു സുന്നത്ത് കഴിഞ്ഞതോടുകൂടി, അതായത് 24 വെട്ടിൻ്റെ കാര്യമായിട്ട് ഞാൻ സുന്നത്ത് ഉദ്ദേശിച്ച് കഴിഞ്ഞതോടുകൂടി ഇപ്പോഴും ഇതിനൊരു തിരക്കും എവിടെയും കുറഞ്ഞിട്ടില്ല. ആൾക്കാർ ഇപ്പോഴും പോയി കാണുന്നുണ്ട്. 3 മിനിറ്റല്ലേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഈ കട്ട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. സ്ത്രീകളെ, അതായത് ആ ഗുജറാത്ത് കലാപത്തിൽ ഈ സ്ത്രീകളെ ഉപദ്രവിച്ചതും പിന്നെ ആ ഉപദ്രവിച്ച ആളുകളുടെ മതത്തിന് ആസ്പദമാക്കിയിട്ടുള്ള ചിഹ്നങ്ങൾ ഒഴിവാക്കിയതും NIA ED എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയതുമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ വ്യക്തമാണ് എന്താണ് ഈ സുന്നത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത്, സുന്നത്തിൻ്റെ ഉദ്ദേശം. അപ്പം നമുക്ക് അതിനെപ്പറ്റി ഇനി ഒരു സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ സിനിമയുടെ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ സിനിമയുടെ ആസ്പദമാക്കിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എക്സ്റ്റേണലി ഇതിന് ഒരു 3 എന്താ പറയുക മാർക്കറ്റിംഗ് അംബാസിഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്. 3 അല്ല, ഒരുപാട് പേരുണ്ട്. ഞാനതിൽ 3 പേരെ എടുത്തു പറയാണ്. കാരണം നമുക്ക് 3 കാറ്റഗറിയൊക്കെ ഇവരെ വെക്കാം. ഒന്ന് ഒരു പരമ സംഗിണി, ഒന്നൊരു കൃസംഗി, ഒന്നൊരു നിഷ്പക്ഷ സംഗി. ഇപ്പം തന്നെ കാര്യം മനസ്സിലായല്ലോ. അതെ, നിഷ്പക്ഷ സംഗി പണിക്കാരൻ ഇങ്ങേര് തന്നെ. ഈ നിഷ്പക്ഷ സംഗി കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് തുരുതുര പോസ്റ്റാണ്. അങ്ങ് യൂട്യൂബിൽ വന്നിരുന്നിട്ട്, ഈ ചാനലുകളിൽ വന്നിരുന്നിട്ട്, സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റുകളോട് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ 1.5 പോസ്റ്റാണ്. ഇതൊക്കെയാണ് ആ പോസ്റ്റുകൾ. നല്ല രസമാണ് വായിക്കാൻ. പോസ്റ്റ് കണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാം ഇങ്ങനെ കുത്തുകയാണ്, നമ്മുടെ പൃഥ്വിരാജിനിട്ട് കുത്തുകയാണ് ഈ പരമ പോറൻ. പൃഥ്വിരാജിൻ്റെ രോമത്തിൻ്റെ വില പോലും ഇല്ലാത്ത ഒരു നിഷ്പക്ഷ സംഘിക്കുട്ടൻ. കുട്ടൻ്റെ ഒരു പോസ്റ്റ് കണ്ടോ. ലാലേട്ടന് ഖേദമുണ്ട്, സംവിധായകനോ. പൃഥ്വിരാജിനിട്ടുള്ള കുത്താണേ. ആളറിഞ്ഞ് കളിക്കാൻ വേണ്ടി പുതിയ ജേഴ്സി വാങ്ങി പൃഥ്വി 24. വീണ്ടും പൃഥ്വിരാജിനിട്ടുള്ള കുത്താണ്. 24 തവണ കത്രികയിൽ മുറിവേറ്റ എമ്പുരാൻ, അതും നമ്മുടെ പൃഥ്വിരാജിനുള്ള കുത്ത് തന്നെയാണ്. കടുവ വിവാദം ഇത്ര വേഗം മറന്നോ, വീണ്ടും പൃഥ്വിരാജിനുള്ള കുത്ത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ നിഷ്പക്ഷ സംഘി അംബാസിഡറിൻ്റെ നമ്മുടെ മാർക്കറ്റിംഗ് ടാക്ടിക്സ്. എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജ് വളരെ സീക്രട്ടായിട്ട് ഇവനെ വിളിച്ചിട്ട് ഒന്ന് നെഗറ്റീവ് പബ്ലിസിറ്റി തരണം, എങ്കിലേ എൻ്റെ ഫിലിം ഒന്ന് മെച്ചപ്പെടുമെന്നും പറഞ്ഞ് ഇവൻ്റെ പോക്കറ്റിലോട്ട് 100-500 മടക്കി കൊടുത്തോ എന്നുള്ള ഡൗട്ട് വരെ ചിന്തിക്കേണ്ടിയുണ്ട്. ആ രീതിയിലാണ് ഇവൻ്റെ ഒക്കെ പോസ്റ്റ്. കാരണം ഇവൻ്റെ പോസ്റ്റുകൾ കണ്ട് കുറേ വിവരമില്ലാത്ത സംഘികൾ എന്ന് പറഞ്ഞാൽ മതി, വിവരമില്ലാത്തത് ഞാൻ പറയേണ്ട കാര്യമില്ല, സംഘികൾ പോയി സിനിമ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറേ സിനിമകൾ ആൾക്കാർ കണ്ടതുകൊണ്ട് സംഘികൾക്ക് പോലും മനസ്സിലായി അന്ന് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത്. കൂട്ടത്തിൽ പൃഥ്വിരാജിൻ്റെ പോക്കറ്റും ഫില്ലായി. അമ്മാതിരി ടിക്കറ്റ് ബുക്കിംഗ് അല്ലായിരുന്നോ കഴിഞ്ഞ 3-4 ദിവസമായിട്ട്. കട്ട് ചെയ്താലും കട്ട് ചെയ്തിട്ടില്ലെങ്കിലും സിനിമയ്ക്ക് ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പം ഒന്നാമത്തെ ബ്രാൻഡ് അംബാസിഡറാണ് നമ്മുടെ നിഷ്പക്ഷ സംഘിക്കുട്ടൻ, ഇവനായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം വിട്ടു. ഈ സംഘിക്കുട്ടൻ പറഞ്ഞ എന്താണെന്നോ, അവൻ പറഞ്ഞ അവൻ സിനിമ കണ്ടില്ല. അന്ന് കേട്ടോക്കെ. ഞാൻ പറയുന്നത് ഒരൊറ്റ പോയിന്റാണ് ശ്രീ വിനു. ഇതിൽ ശ്രീ പൃഥ്വിരാജിന്റെ ഭാഗത്ത് നിന്ന് ഖേദപ്രകടനം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഈ സിനിമ കണ്ട ആളുമല്ല. കേട്ടില്ലേ, സിനിമ കണ്ടിട്ടില്ല, എന്നാലും ഭയങ്കരമായിട്ട് ഘോരം പ്രസംഗിച്ചിട്ടുണ്ട്. ഇച്ചിരി ഉളുപ്പൊക്കെ വേണോ. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒരു സംഭവത്തിനെ പറ്റി ഘോരം അങ്ങോട്ട് സംസാരിച്ച് പ്രസംഗിച്ച് ഈ സംഖ്യകളെ ഇങ്ങനെ നക്കി തുടയ്ക്കുന്ന അവസ്ഥ, ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആ സമയം വരുമ്പോണ്ടല്ലോ അറ്റ്ലീസ്റ്റ് അത് കണ്ടിട്ട് അതിൽ എന്താ ഉള്ളതെന്നും കൂടെ മനസ്സിലാക്കണം. അതല്ലാണ്ട് കണ്ട സംഘി പേജുകളിലും മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും വന്ന ന്യൂസുകൾ വെച്ചിട്ടും കഥ വെച്ചിട്ടും നീ ഇവിടെ പോയി കുത്തിരുന്ന് നീ ചിലച്ചല്ലോ. ഉളുപ്പില്ലായ്മ അതൊക്കെ. കുറച്ചെങ്കിലും ഉളുപ്പ് വേണമായിരുന്നു. അതെനിക്കില്ല. പോട്ടെ, നിഷ്പക്ഷ സംഖ്യ എന്ന് പറയുമ്പോൾ തന്നെ ഉളുപ്പ് തൊട്ട് തോണ്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ പോരല്ലേ. അതിവിടെ രണ്ടാമത്തെ നമ്മുടെ ഈ ഫിലിമിൻ്റെ ഒരു ബ്രാൻഡ് PR അംബാസിഡർ ആയിരുന്നു നമ്മുടെ മലനാടൻ ഷാജൻ. മലനാടൻ എന്നൊക്കെ വിളിച്ചാൽ മതി, അതിനേക്കാൾ വലിയ പേരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ലോന് താങ്ങൂല. രാവിലെ തന്നെ ഉടുപ്പും മുണ്ടും മറ്റേ ഷർട്ടും ഒക്കെ ഇട്ട് വരും. എനിക്കൊന്നും ഷർട്ട് എന്നും ഇടുന്ന ഷർട്ടിൻ്റെ ആ പിങ്ക് ഷർട്ട്, അത് അലക്കും തേക്കറൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പോട്ടെ, അതൊക്കെ അവരിഷ്ടം. അങ്ങനെ രാവിലെ തന്നെ TV അല്ല നമ്മുടെ ചാനലിൽ വന്നിരുന്ന് അങ്ങോട്ട് ഘോരം പ്രസംഗം തുടങ്ങും. പുട്ടിന് തേങ്ങട്ട പോലെ 1, 2, 3, 4, 5 ഡെയിലി 4-5 വീഡിയോകൾ എമ്പുരാനെ കുറ്റം പറഞ്ഞിട്ട്. ഇവൻ്റെ വീഡിയോ കണ്ട് സംഘികളും ക്രിസംഘികളും മുസംഘികളും ഒക്കെ പോയി സിനിമക്കാണ് ഒടുക്കത്തെ തിരക്കും. അതാണ് ഇതിന് ഏറ്റവും രസം. അതുകൊണ്ടാണ് ഞാൻ ഇവന്മാരൊക്കെ ഇതിൻ്റെ PR ബ്രാൻഡ് അംബാസിഡേഴ്സ് ഞാൻ പറയാനുള്ള കാരണം. അങ്ങനെ രാവിലെ മുതൽ ഇവൻ അങ്ങനെ വിട്ട് വീഡിയോ ഇട്ട് ഇവനങ്ങ് ക്ഷീണിക്കും. അടുത്ത ദിവസം വീണ്ടും വന്ന് വീഡിയോ ഇടും. ഇങ്ങനെ കാണിക്കാൻ
ഇനി കഴിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും ഇന്നത്തോടു കൂടി ആ ഒരു ട്രെൻഡ് കഴിഞ്ഞ് ഇനി അടുത്ത ഏതെങ്കിലുമൊക്കെ പുലിവാല് പിടിച്ച് ഇവൻ പൊക്കോളും. അപ്പോൾ ഇവനാണ് നമ്മുടെ കണക്കിലെ രണ്ടാമത്തെ ഈ സിനിമയുടെ അംബാസിഡർ. മൂന്നാമത്തത് നമ്മുടെ മഹാസംഗിണിയായിട്ടുള്ള സുജയ പാർവതി ചാനലിൽ ഇരുന്നിട്ടാണ്. ചാനലിൽ ഇരുന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഈ പറഞ്ഞ ഗുജറാത്ത് കലാപത്തിനെ ന്യായീകരിക്കുക, സിനിമനെ കുറ്റം പറയുക. അന്ന് സ്ത്രീകളെപ്പോലും, ഗർഭിണിയായ സ്ത്രീനെ പോലും എന്താ പറയുക, വൃത്തികെട്ട രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊന്നതും കൊല്ലാതെ ബാക്കി വെച്ചതും ഗർഭപാത്രത്തിൽ നിന്ന് ഭ്രൂണം കുത്തി പുറത്തെടുത്തതും ഈ കഥകളൊക്കെ പറയുമ്പം ഒരു ഉളുപ്പും ഒരു നാണവും ഇല്ലാണ്ട് ഈ ജന്തു സൈഡിലിരുന്ന് ചലച്ചുകൊണ്ടിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്തിട്ട്. ഇതാണ് മറ്റൊരു നെഗറ്റീവ് പറഞ്ഞിട്ട് ആളുകളെ ഈ സിനിമ കാണിക്കാനുള്ള തോന്നലുണ്ടാക്കിയിട്ടുള്ള മറ്റൊരു ജന്മം. അങ്ങനെ ഇങ്ങനെ 3 ഗണത്തിൽ പെട്ട, 3 സെപ്പറേറ്റ് ഗണത്തിൽ പെട്ട കൃസംഗി, നിഷ്പക്ഷസംഗി, സംഗിണി, ഈ 3 എണ്ണത്തിൻ്റെ വീഡിയോസ് നല്ല രീതിയിൽ ഒരു PR ബ്രാൻഡിങ് വന്നിട്ടുണ്ട് നമ്മുടെ എമ്പുരാന്. അത് നമുക്കെല്ലാവരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഒരു 100 സംഖ്യകളുണ്ട് കേട്ടോ, അത് വേറെ കാര്യം, അത് വിട്ടേക്ക്. അങ്ങനെ 100 എണ്ണം ഉണ്ടെങ്കിലും ഇവരുടെ എന്താ പറയുക, അതിലോട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, എന്താ തരിക, അതിൽ ഒരു ആക്കം കൂട്ടി ഒരുപാട് അങ്ങോട്ട് ഈ സിനിമയ്ക്ക് നല്ലൊരു PR വർക്ക് കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു പൃഥ്വിരാജും ഈ മുരളി ഗോപിയും ഗോകുലം ഗോപാലും ഒക്കെ സീക്രട്ടായിട്ട് ഇവരെ വിളിച്ച് ഇവരുടെ പോക്കറ്റിൽ 10-500 കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ എന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി പറ, ഞങ്ങൾ പൈസ എന്തേലും തരാം എന്നൊക്കെ പറഞ്ഞ് ഇവക്കൊണ്ട് പറയിപ്പിച്ചതാണോ എന്ന് വരെ ചിന്തിക്കേണ്ട അവസ്ഥ ഇവന്മാരുടെ വീഡിയോയും പോസ്റ്റും കണ്ടാൽ നമുക്ക് തോന്നിപ്പോവും. സത്യം.